വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മൾ എല്ലാവരും ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മിസ്സിന് അറിയാം. അപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം അല്ലെ. റിവിഷൻ ഒക്കെ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സയൻസിൽ നമ്മുടെ കെമിസ്ട്രിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു എക്സാം ടൈം എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആനുവൽ എക്സാം ഒക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ഇൻഡിക്കേറ്റേഴ്സ്? നെയിം എനി ടു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്. വാട്ട് ഹാപ്പൻസ് വെൻ എ ചൈന റോസ് ഇൻഡിക്കേറ്റർ ഈസ് ആഡഡ് ടു ആസിഡ് ആൻഡ് ബേസ് അല്ലെ. ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡലിൽ ചോദിച്ചിട്ടുള്ള, അതായത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഹാപ്പൻസ് വെൻ എ ബേസ് ഈസ് ട്രീറ്റഡ് വിത്ത് റെഡ് ലിറ്റ്മസ്, ബ്ലൂ ലിറ്റ്മസ്, ചൈന റോസ് ഇൻഡിക്കേറ്റർ, ടേർമറിക് ഇൻഡിക്കേറ്റർ. കണ്ടോ നിങ്ങൾ? അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഇത് രണ്ടും എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. അപ്പൊ നമ്മുടെ ആനുവൽ എക്സാമിന് എന്താണേലും ഈ ഒരു ആസിഡ് ബേസ് സോൾട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ വിട്ട് കളയാൻ പാടില്ല. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആൾ അല്ലെ. എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആളാണ്? യെസ്, സിംപ്ലി പറയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അസിഡിക് നാച്ചർ ആണോ ബേസിക് നാച്ചർ ആണോ എന്ന് നമുക്കറിയില്ല. എപ്പോഴും നമുക്കത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന പോലെ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്? യെസ്, അത് എന്ത് ചെയ്യുന്നു, ആസിഡിലോ അല്ലെങ്കിൽ ബേസിലോ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട് അല്ലെ. ആ കളറിൽ നിന്ന്, ആ ഒരു കളർ ചേഞ്ച് മനസ്സിലാക്കി വെച്ചിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന ആള് ആസിഡ് ആണോ അല്ല ബേസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇവർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ കഴിഞ്ഞിട്ടുള്ള ഈ ക്വസ്റ്റ്യനിലെല്ലാം ചോദിച്ചിരിക്കുന്നത് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യമായിരുന്നു അല്ലെ. അപ്പൊ അവരെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവാണ്. നമുക്ക് ഇതാ ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ടേർമറിക് ഉണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ചൈന റോസിന്റെ കാര്യം അല്ലെ. അപ്പൊ ചൈന റോസിന്റെ ഇൻഡിക്കേറ്ററും നമുക്ക് എന്താണ്, അവൈലബിൾ ആണ്. ഇവരുടെ ഓരോരുത്തരുടെയും കളർ ചേഞ്ച് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പൊ ചൈന റോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താണ്? ആസിഡിൽ ഇത് എന്താണ്, ഒരു മച്ചന്ത അല്ലെ, ഒരു എന്താണ് ഈ കാണുന്ന പോലെ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. എന്നാൽ ബേസിലാണ് നമ്മൾ ഈ പറയുന്ന ചൈന റോസ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ കളർ എന്ന് പറയുന്നത് എന്താവും? ഗ്രീൻ കളറായിട്ട് മാറും അല്ലെ. കൃത്യമായിട്ട് കളർ ചേഞ്ച് നമ്മൾ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അടുത്തത് ലിറ്റ്മസ് പേപ്പർ ആണ്. ലിറ്റ്മസ് പേപ്പർ നിങ്ങൾ ഓർത്തു വെക്കുക, നമ്മുടെ കയ്യിൽ ആസിഡ് ആണ് ഉള്ളതെങ്കിൽ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എന്ന് പറയുന്നത് അത് എന്തിലേക്കായിരിക്കും? റെഡ് ആയിരിക്കും അല്ലെ. ഇപ്പൊ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ് നമ്മൾ ഡിപ്പ് ചെയ്തതെങ്കിൽ, ആസിഡിൽ ബ്ലൂ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലൂ എന്ന് പറയുന്നത് യെസ് എന്നോട്ട് മാറുന്നു, ഇറ്റ് ടേൺസ് റെഡ് അല്ലെ, റെഡ് ആയിട്ട് മാറും. ഇനി നമ്മുടെ കയ്യിൽ ബേസ് ആണുള്ളത്. ബേസിലെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളെ റെഡ് ലിറ്റ്മസിനെ ബേസ് എന്താക്കി മാറ്റും? ബ്ലൂ കളറായിട്ട് മാറും. അപ്പൊ നമ്മളൊരു റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്ത് ബേസിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ എന്തായിട്ട് മാറുന്നുണ്ട്? ബ്ലൂ ആയിട്ട് മാറുന്നുണ്ട്. ഇനി ബ്ലൂ തന്നെയാണ് നമ്മൾ ഡിപ്പ് ചെയ്തെങ്കിൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവുകയില്ല അല്ലെ. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഇങ്ങനെയാണ്, ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എപ്പോഴും എന്തായിരിക്കും? റെഡ് ആയിരിക്കും. അപ്പൊ ബ്ലൂ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റെഡ് ആവും. റെഡ് തന്നെ ഡിപ്പ് ചെയ്താലോ അത് റെഡ് ആയിട്ട് തന്നെ ഇരിക്കും, കളർ ചേഞ്ച് ഉണ്ടാവില്ല. ഇനി ബേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ റെഡ് ലിറ്റ്മസിനെ എന്താക്കുന്നുണ്ട്? ബ്ലൂ ആക്കുന്നുണ്ട് അല്ലെ. ഇനി നമ്മൾ ബ്ലൂ ലിറ്റ്മസ് ആണ് എടുത്തെങ്കിലോ യെസ് അത് റിമൈൻസ് ബ്ലൂ അല്ലെ, അത് ബ്ലൂ ആയിട്ട് തന്നെ കിടക്കും. അപ്പൊ ആ ഒരു കളർ ചേഞ്ച് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ലൈക്കൻസ് എന്ന് പറയുന്ന ഈ പറയുന്ന എന്താണ്, അതുകൊണ്ടാണ് നമ്മൾ നാച്ചുറൽ ഇൻഡിക്കേറ്റർ എന്ന് പറയാൻ കാരണം. നമ്മുടെ മരത്തിലൊക്കെ കാണുന്ന ആളാണ് ഈ ലൈക്കൻസ് അല്ലെ. ഇതിന്റെ അകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആളാണ് ഈ പറയുന്ന ലിറ്റ്മസ് പേപ്പർ, ബ്ലൂ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യം ഓർത്തു വെക്കുക. അടുത്തൊരാൾ ടേർമറിക് ആയിരുന്നു. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ച് അറിയണം അല്ലേ. ചിലപ്പോൾ ആസിഡ് ആയിരിക്കും, ചിലപ്പോൾ ബേസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ രണ്ടും നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ ടേർമറിക്കിന്റെ കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ടേർമറിക് എന്താണ്, ആസിഡിൽ അതെന്താണ്, യെല്ലോ കളർ തന്നെ ആയിരിക്കും. എന്നാൽ ബേസിലാണ്, ടർമറിക് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ബേസിലാണൊന്ന് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കളർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, റെഡ് ആയിട്ട് മാറും അല്ലെ. നമ്മുടെ യെല്ലോ കളറുള്ള ടർമറിക്കിന്റെ കളർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, റെഡ് ആയിട്ട് മാറും. എവിടെ, ബേസിൽ. ആസിഡിൽ അത് എന്താണ്,
എന്താണ് ഈ പറയുന്ന യെല്ലോ കളർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് കളർ ചേഞ്ച് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സും നമുക്കുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ആളുകളെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരാൾ ആരാണ്? നമ്മുടെ ഫിനോഫ്തലിൻ ആണ്. ഫിനോഫ്തലിന്റെ പ്രത്യേകത അത് ആസിഡിലാവുന്ന സമയത്ത് അതിന് എന്തില്ല? യെസ്, കളർലെസ് ആയിരിക്കും അല്ലെ. ആസിഡിൽ അത് എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. എന്നാൽ ബേസിലേക്ക് പോകുന്ന സമയത്ത്, ആൽക്കലി അല്ലെങ്കിൽ ബേസിലേക്ക് പോകുന്ന സമയത്ത് കളർ എന്താണ്? പിങ്ക് ആയിട്ട് കാണുന്നുണ്ട്. എന്നാൽ മിഥൈൽ ഓറഞ്ചിന്റെ പ്രത്യേകത എന്താ? മിഥൈൽ ഓറഞ്ച് ആസിഡിൽ റെഡ് കളറും ബേസിൽ യെല്ലോ കളറുമാണ്. അപ്പൊ ടേമറിക് കൃത്യമായിട്ട് പഠിച്ച ആളുകൾക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മിഥൈൽ ഓറഞ്ചിനെ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യമാണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ന്യൂട്രലൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ അല്ലെ. എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ പറ്റിയാ ചോദിച്ചത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്രൽ ആക്കുക, ആസിഡിന്റെയും ബേസിന്റെയും എഫക്ട് ന്യൂട്രൽ ആക്കുക എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അല്ലെ. അപ്പൊ എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ് ഈസ് നോൺ ആസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? സോൾട്ട് ആൻഡ് വാട്ടർ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ് വിത്ത് എവല്യൂഷൻ ഓഫ് ഹീറ്റ്. എന്താ പറയുന്നത്? ഈ പറയുന്ന ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ അങ്ങ് റിയാക്ട് ചെയ്യുക. ഈ കാണുന്ന പോലെ രണ്ടുപേര് തമ്മിൽ എന്ത് ചെയ്തു? റിയാക്ട് ചെയ്തു. രണ്ടുപേര് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ആസിഡിന്റെയും ബേസിന്റെയും എഫക്റ്റ് ഇല്ലാതാവുകയും എന്നിട്ട് ഒരു സോൾട്ടും ഒരു വാട്ടറും എന്ത് ചെയ്യാണ്? അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുകയും ചെയ്യാണ് വിത്ത് എവല്യൂഷൻ ഓഫ് ഹീറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു അല്ലെ, ലിബറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഒരു റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞ് തൊട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ചൂടൊക്കെ ഉണ്ടാവും. കാരണം ഒരേ ഹീറ്റ് എനർജി ഈ ഒരു റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് എന്ത് ചെയ്യാണ്? യെസ്, ഇവോൾവ് ചെയ്യാണ്, അതായത് ലിബറേറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ HCl നമുക്കറിയാം അല്ലെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലെ. HCl നമുക്ക് തിക്നെസ് കുറച്ച് കൂട്ടാം നമുക്ക്, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ എഴുതാം. യെസ്, ഒരു ആസിഡ് ആണ് എന്ത്? നമ്മുടെ HCl എന്ന് പറയുന്നത്. ഈ HCl ഒരു ബേസ് ആണ് നമ്മുടെ എന്താണ്? NaOH എന്ന് പറയുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ബേസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹൈഡ്രോക്ലോറിക് ആസിഡും ഈ പറയുന്ന സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? തമ്മിൽ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു അറിയോ? ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നമ്മുടെ കോമൺ സോൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, NaCl ആണ് അല്ലെ. അപ്പൊ NaCl എന്ന് പറയുന്ന ഒരു സോൾട്ടും കൂട്ടത്തിൽ എന്താണ്? നമ്മുടെ വാട്ടർ ആണ്, H2O എന്നാണ് വാട്ടറിന്. എല്ലാവർക്കും കെമിക്കൽ ഫോർമുലാസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ എഴുതി. പ്ലസ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ ഒരുപാട് ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഇവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഓർത്തു വയ്ക്കുക. അതായത് എന്താണ് ആളുകളാണ് റിയാക്ട് ചെയ്യുന്നത്. അവിടെ പ്രത്യേകത, ഒരാൾ ആസിഡ് ആണ്, ഒരാൾ ബേസ് ആണ്. രണ്ടും കൂടെ റിയാക്ട് ചെയ്യുന്നു, സോൾട്ട് ആൻഡ് വാട്ടർ ഉണ്ടാവുന്നു, ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നു. പ്രോസസ്സിന്റെ പേര് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആനുവൽ എക്സാമിന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ? മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറയുന്ന ആളെ ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ മിൽക്ക് ഓഫ് മെഗ്നീഷ്യത്തിന് എന്തുണ്ട്? ഒരു കെമിക്കൽ നെയിം ഉണ്ട്. യെസ്, മിൽക്ക് ഓഫ് മെഗ്നീഷ്യ അറിയപ്പെടുന്ന അല്ലെ, അതായത് ഈ പറയുന്ന മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറയുന്ന ആൾക്ക് യെസ് ഒരു ഒറിജിനൽ നെയിം അല്ലെ, ഒരു കെമിക്കൽ നെയിം ഉണ്ട്. ആ നെയിം എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും, ക്ലാസ് 7 CBSE നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ വീണ്ടും കണ്ടുമുട്ടാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.